അവനിക്ക് ആരുമില്ലാത്ത കാര്യം കൊണ്ടിട്ടില്ലേ, അവനിക്ക് ഞാനുണ്ട്, എനിക്കാരുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ പിടിക്കും, ഇരുത്തും, ഒരു മക്കളെ പോലെ അവനെ ഇരുത്തി മുടി വെട്ടും, കുളിപ്പിക്കും, കുളിച്ച് അവനെ പറഞ്ഞയക്കും. മുതലാളിനോട് പോയി ചോദിച്ചാൽ ആ മുതലാളി പറയും ഈ സ്ഥലം എൻ്റേതാണ്, ആ സ്ഥലം എൻ്റേതാണെന്ന്. നാളെ ആ മുതലാളി മരിച്ചാൽ ആ മുതലാളിക്ക് ഏതാ സ്ഥലമുണ്ടെന്ന് ആർക്ക് വരെ, ആ മുതലാളിക്ക് വരെ അറിയില്ല. പിന്നെ എന്തിനാണ് ഈ ജീവിതം? പറയാൻ വാക്ക് കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. തുടക്കം തന്നെ അങ്ങനെ പറഞ്ഞു അല്ല, സത്യം പറഞ്ഞാൽ ഒരുപാട് പറയാൻ. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് തൃശ്ശൂരാണുള്ളത്. തൃശ്ശൂർ പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിസാർ സേട്ടിനെ കണ്ടുമുട്ടി. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടിയതാണ്. പാടാ ഈ യാത്ര തുടങ്ങിയിട്ട് 30 കൊല്ലമായിട്ട് ഇത് തന്നെ എൻ്റെ ജീവിതമാണ്. ഇന്ന് ഇവിടെയാണ്, നാളെ ഇവിടെ, അങ്ങനെയുള്ള ഒരു സ്ഥലമില്ല. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് നിസാർ സൈറ്റ് ഈ ഒരു യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 30 വർഷമായി. ഈ ഒരു യാത്രയിൽ ഇന്ന സ്ഥലം, ഇന്ന പ്ലേസ് എന്നൊന്നുമില്ല, ഒരു യാത്രയാണ്. ഈ ഒരു യാത്രയിൽ കണ്ടുമുട്ടുന്ന, അപരിചിതമായി കണ്ടുമുട്ടുന്ന പല ആൾക്കാരും, ഈ തെരുവിൽ കഴിയുന്ന മുടി നീട്ടിയും താടി വളർത്തിയും വൃത്തിഹീനമായി നടക്കുന്ന ഒരുപാട് ആൾക്കാർ നിസാർ സൈറ്റ് കണ്ടുമുട്ടി അവരുടെ താടിയും മുടിയും ഒക്കെ വെട്ടി വൃത്തിയാക്കി കുളിപ്പിച്ച് നല്ലൊരു വസ്ത്രം നൽകി ഫുഡും നൽകിയിട്ടാണ് നിസാർ സൈറ്റ് ഓരോ ജില്ലയും വിട്ടുകൊണ്ട് നിൽക്കുന്നത്. ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ പൊള്ളാച്ചിലായിരിക്കും, പൊള്ളാച്ചിലാണെങ്കിൽ പിന്നെ പറയേണ്ട ഓരോ സ്ഥലങ്ങൾ. അതുപോലെ തന്നെ ഒരുപാട് അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയ ഒരാളാണ് നിസാർ സൈറ്റ്. അപ്പോൾ എന്തായാലും നിസാർ സൈറ്റിനോട് തന്നെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. പ്ലേസ് എൻ്റെത് ഊട്ടിയാണ് നാട്. ഞാൻ ഒരു കേരളത്തിലെ മലയാളിയും കൂടിയാണ്. മലയാള ഭാഷ സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ഊട്ടിയാണ്. പിന്നെ ഞാൻ റോമാക്കാരൻ്റെ ഒരു വളണ്ടിയർ ആണ്. കോഴിക്കോട് റോമാക്കാരൻ്റെ ഒരു വളണ്ടിയർ ആയിരുന്നു. പിന്നെ അവിടെ നിന്നാണ് ഇപ്പത് വരെ അതേ ഉള്ളൂ. നോ രാഷ്ട്രീയം, ഒന്നുമില്ല. എവിടെ ചെല്ലണോ അവിടെ ഈ സേവനമല്ലാതെ ഒരു ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. നമ്മ നാരായണത്തെ പ്രാന്തന്റെ സേവനമാണ്. കാണാനൊക്കെ പിടിച്ച് മുടി വെട്ടിക്കൊടുക്കുക അല്ല, അങ്ങനെ കാണുന്നവരൊക്കെ ഞാൻ മുടി പിടിച്ച് വെട്ടി കൊടുക്കാനല്ല, റോഡിൽ അലിഞ്ഞു തിരിഞ്ഞ് നടക്കണ ഇത്. കാരണം ഞാനൊരു മുസൽമാനായ കാര്യം കൊണ്ട് എൻ്റെ നബി പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ, ലോകത്തിലെ ലാസ്റ്റ് അവസാനം ഒരു മനുഷ്യനുള്ളവരെ ആരും എത്തിയുമില്ല. പിന്നെ എന്തിനാണ് ഇവനിങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അവനിക്ക് ആരുമില്ലാത്ത കാര്യം കൊണ്ടിട്ടില്ലേ, അവനിക്ക് ഞാനുണ്ട്, എനിക്കാരുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ പിടിക്കും, ഇരുത്തും, ഒരു മക്കളെ പോലെ അവനെ ഇരുത്തി മുടി വെട്ടും, കുളിപ്പിക്കും, കുളിച്ച് അവനെ പറഞ്ഞയക്കും. ഏകദേശം ഇന്ത്യ മൊത്തം കറങ്ങി. അതാ എൻ്റെ ഈ കാണുന്ന എല്ലാ മുടിക്കും ഓരോരോ നാടുണ്ട്. ഇപ്പോൾ ഏകദേശം ഈ ഒരു യാത്ര തുടങ്ങിയതിന് ശേഷം എന്താണ് അനുഭവം? അനുഭവം ദിവസം അനുഭവമാണ്. ഇന്ന് നാളെ, നാളെ മറ്റന്നാൾ. ഇതുവരെ കണ്ടതിൽ വെച്ച് അത്രക്കും ഫീലിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും അനുഭവം? അത് എൻ്റെ ഒറ്റ ജീവിതത്തിൽ ഒരു ഫീലിംഗ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അത് പടച്ചവനോടുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. കാരണം മകൾ മരിച്ചിട്ട് ആ മയ്യത്ത് വരെ ഒരു പിതാവ് കാണാൻ പറ്റാത്ത ഒരു ഏറ്റവും മോശമായ ഒരു പിതാവാണെങ്കിൽ അത് ഞാനേ ഉള്ളൂ. മകൾ മരിച്ചിട്ട് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അവർ കുറേ എന്നെ അറിയിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല. അപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തന്നതെങ്കിൽ അത് ഞാൻ തന്നെ ആയിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ മരിച്ചപ്പോൾ 10 ലക്ഷം ജനമാണ് മയ്യത്തെ നമസ്കരിച്ചത്. 10 ലക്ഷം തിരുച്ചിയിൽ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു യാത്രയിൽ വേറെ എന്താണ് ഫീലിംഗ്? എന്താണ്? ഒരു ഫീലിംഗുമില്ല. എന്തിൻ്റെ ഫീലിംഗ് ആണ്? റോഡുണ്ട്, നമ്മളുണ്ട്. അല്ല, പിന്നെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. കാരണം റോഡ് സൈഡിൽ കിടക്കുന്ന ആൾക്കാരുണ്ടാവും. പെട്ടെന്ന് അവരടുത്തേക്ക് പോകുമ്പം അവർ വേറെ എന്തെങ്കിലും രൂപത്തിൽ പെട്ടെന്ന് ഇങ്ങനെ കുളിപ്പിക്കുക, മുടിയൊക്കെ വെട്ടിക്കൊടുക്കുമ്പോൾ എന്തെങ്കിലും എങ്ങനെയാണ്? അതിൻ്റെ പേടിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു സിംഹത്തിനെ വേട്ടയാടുമ്പോൾ എല്ലാം നമ്മൾ തയ്യാറായിട്ടല്ലേ ഇരിക്കുള്ളൂ. അതുപോലെ തന്നെ അത് നമുക്കൊരു പേടിയില്ല, ഒരു ഇതുമില്ല. കാരണം ധൈര്യമാണ്. പേരിൽ അവാർഡ് വാങ്ങിയ ഒരാളാണ് ഞാൻ. ഈ മദർ തെരേസാൻ്റെ അവാർഡ് എന്ന് പറഞ്ഞാൽ സാധാരണ മുസ്ലിംസിനോ മറ്റേ ആർക്കും കൊടുക്കില്ല. അവരിത് ഈ അവാർഡ് കൊടുക്കണമെങ്കിൽ അയമ്മൻ്റെ ജീവിതം എന്തെങ്കിലും ആയിരിക്കണം. അപ്പോൾ ആ അയമ്മൻ്റെ ജീവിതം എന്താണെന്ന് പറഞ്ഞാൽ അയമ്മ എന്താ ചെയ്താൽ അയമ്മൻ്റെ ഒരു മുടിക്ക് വരെ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അവാർഡ് കിട്ടി. ഈ മദർ തെരേസൻ്റെ ഇതിൽ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ടല്ലേ? മദർ തെരേസ ഇവിടെ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ? ഇതാണ് ഞങ്ങളെ മൊത്തം കേരളത്തിൽ ഞാൻ റൗണ്ട് അടിച്ച ഫണ്ട്. ഓക്കെ. പറയാൻ വാക്ക് കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. തുടക്കം തന്നെ അങ്ങനെ പറഞ്ഞു. അല്ല, സത്യം പറഞ്ഞാൽ ഒരുപാട് പറയാൻ. അല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്ക് കിട്ടുന്നില്ല. നമ്മൾ എന്ത് കൊണ്ടുവന്ന് എന്ത് കൊണ്ടുപോകും? ആർക്കാണ് ഇവിടെ നിലമുള്ളത്?
ആർക്കും ഒരു നിലവില്ല. കാരണം നിങ്ങൾ ആ തുടക്കം തന്നെ പറഞ്ഞു നിങ്ങളെ മകളുടെ കാര്യം, അതുപോലെ തന്നെ ആരും ഇല്ല എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഒന്നും പറയാൻ കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരുപാട് എന്തൊക്കെയോ പറയണം, എന്തൊക്കെ ചോദിക്കണം. ഇന്ന് ഞാൻ നിങ്ങളെ മോന്താരം ഞാൻ ഒന്ന് പറയണമെന്ന് എന്താന്ന് പറഞ്ഞാൽ, കാരണം ഉള്ളവനിക്ക് ഞാൻ ഉള്ള പോലെ പറയാം. കാരണം ഇന്ന് ഈ ബിൽഡിംഗ് വേണം, നാളെ ഈ ബിൽഡിംഗ് വേണം, നാളെ മരിച്ചു കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് നമ്മളൊപ്പം വരാൻ പോണില്ല. ഈ കൈപ്പിടി മണ്ണ് വരെ നമുക്ക് സ്വന്തമില്ല. കാരണം ഇന്ന് ഒരു മുതലാളിനോട് പോയി ചോദിച്ചാൽ ആ മുതലാളി പറയും ഈ സ്ഥലം എൻ്റെതാണ്, ആ സ്ഥലം എൻ്റെതാണെന്ന്. നാളെ ആ മുതലാളി മരിച്ചാൽ ആ മുതലാളിക്ക് ഏതാ സ്ഥലമുണ്ടെന്ന് ആർക്ക് വരെ, ആ മുതലാളിക്ക് വരെ അറിയില്ല. പിന്നെ എന്തിനാണ് ഈ ജീവിതം? നമ്മൾ എന്താ പറയാ, ഒന്നും പറയാൻ കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ്, ഒരു നിസ്സഹായനായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. കാരണം എന്ന് പറഞ്ഞാൽ മൂപ്പരെ വാക്കുകൾ കേട്ടിട്ട് പിന്നെ ഈ ഒരു വണ്ടീൻ്റെ മുകളിലാണ് യാത്രാ കാര്യങ്ങളൊക്കെ. അപ്പോൾ കിടത്തും കാര്യങ്ങളൊക്കെ ട്രാവലിംഗ് അംബാസിഡറാണ്. എവിടെ എങ്ങനെയാണ് തോന്നുന്നത് അവിടെ പോയി ഞാൻ ഏത് സ്റ്റേഷനിലേക്ക് ചെല്ലോ, ഏത് ഭാഗത്ത് പോകണോ ആ പോലീസ് സ്റ്റേഷൻ്റെ ചുറ്റുവട്ടത്തെ ആ പോലീസിൻ്റെ കൺട്രോളിലുണ്ടാവും. അപ്പോൾ അവിടെ ഒരു നല്ല ഒരു സ്ഥലവും ഒരു ക്യാമറവും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ട്രാവലിംഗ് അംബാസിഡറാണ്. സുഖസുന്ദരമായിട്ട് ഉറങ്ങാം. ലക്ഷങ്ങൾ പെട്ടിയിലില്ല. അതിനെക്കൊണ്ട് സമാധാനം അല്ല, മനസ്സമാധാനം ഏറ്റവും കൂടുതൽ ഉണ്ടാവും അല്ലേ, ലക്ഷങ്ങൾ ഇല്ലാത്തത് കൊണ്ട്. ലക്ഷങ്ങൾ വേണ്ട. ഭക്ഷണം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പടച്ചോന്റെ ഇതുണ്ടല്ലോ. കാരണം ഞാൻ ജനിക്കുന്ന മുമ്പ് തന്നെ എനിക്ക് ഭക്ഷണം പടച്ചോൻ തീർച്ചയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭക്ഷണം എനിക്ക് കിട്ടും. ഒരു നേരത്തെ ഭക്ഷണമാണ് അത്. ആരോടും പോയിട്ട് തെണ്ടാനോ പിടിക്കാനോ ഇല്ല. എനിക്ക് എൻ്റെ ഭക്ഷണം കറക്റ്റായിട്ടുള്ള ഹോട്ടലിലോ ഇല്ല ആരെങ്കിലും ഒരാളുടെ കെയറപ്പിലോ ഭക്ഷണം വരും. പിന്നെ ഈ ഒരു ഇതിലൊക്കെ എന്താ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ? ഡ്രസ്സാണ് ഇതിൽ ഈ റോഡിൽ അലിഞ്ഞു തിരിഞ്ഞ് നിൽക്കുന്നവർക്കുള്ള ഡ്രസ്സും അത് കാര്യം. പിന്നെ ഹൈവേ ഫസ്റ്റ് എയ്ഡുള്ള ഇത് സാധനങ്ങളൊക്കെയാണ്. എന്നാണ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് കോഴിക്കോട് എത്തുന്നത്? കോഴിക്കോട് ഇപ്പോൾ ഞാൻ വരുന്നത് 4 കൊല്ലമായിട്ടാണ്. അല്ല, ഇനി അവിടെ കോഴിക്കോടിലേക്ക് എത്തണ എപ്പോഴാണ്? അത് പറയാൻ പറ്റില്ല. കോഴിക്കോട് ഞാൻ എത്തൂല എന്നൊന്നും നിർബന്ധമില്ല. എന്തായാലും ഇൻഷാല്ലാ കോഴിക്കോട് നമ്മൾ കാണും. കാരണം ഒന്നാമത് വേറെ ഒന്നുമല്ല, എൻ്റെ ഫാദർ ഇതേമാതിരി തന്നെയാണ് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് പേര് അബ്ദുൽ ഖാദർ. അപ്പോൾ ആ അബ്ദുൽ ഖാദർ ഭായിനോട് ഈ നാരായണത്തെ പ്രാന്ത നിസാർ ഭായിനെ അറിയോ, റോമാക്കാരൻ്റെ വളണ്ടിയർ എന്നൊന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു നോക്കാം. അപ്പോൾ എന്തായാലും അറിയാൻ മതിയാവും. അവിടുത്തെ ഒരു വളണ്ടിയർ ആയതുകൊണ്ട് ചിലപ്പോൾ എന്തായാലും അറിയാൻ മതിയാവും. കാരണം ഞാൻ ഇവിടെ തന്നെ നല്ല പ്രവർത്തനമായിരുന്നു. ഇവിടുത്തെ ശല്യം കൊണ്ട് നമ്മൾ സ്ഥലം മാറ്റി പോയതാണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നാനാ നീയാ എന്നുള്ള പ്രശ്നമാണ്. ആ കാരണം കൊണ്ട് നമ്മളൊക്കെ സ്ഥലം വിട്ടുപോയി. എന്തായാലും അടിപൊളി. കാരണം ഇത് ഏകദേശം എത്ര മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ട്? പെട്രോളും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് ഇന്നിപ്പോൾ ഹർത്താലല്ലേ, ഒക്കെ സ്റ്റോക്ക് ചെയ്ത് നമുക്ക് ഒരു കളക്ഷൻ ഇല്ലല്ലോ. കളക്ഷനൊന്നും ഇല്ലല്ലോ. ഏകദേശം അത്യാവശ്യം മൈലേജ് കിട്ടുമോ ഈ ലൂനക്ക്? ഒരു 10, 30, 40 ഇങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഗൂഗിൾ പേൻ്റെ നമ്പറും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഗൂഗിൾ പേ നമ്പർ ഇതല്ലേ, 9037661940. ഈ ഒരു നിസാർ കാക്കറിനെ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, കാരണം മൂപ്പര് ഈ ഒറ്റപ്പെട്ട ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവർക്ക് മുടിയൊക്കെ മുറിച്ച് കൊടുത്ത് അതുപോലെ തന്നെ ഡ്രസ്സ് കാര്യങ്ങൾ ഭക്ഷണം ഒക്കെ ചെയ്ത് കൊടുക്കണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും സഹായിക്കാനുള്ള ഇത് തോന്നുകയാണെങ്കിൽ ഞാൻ നമ്പർ അടിയിൽ ഗൂഗിൾ പേ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുക. നിസാർ ഖാനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിസാർ ഖാ ഒരുപാട് സന്തോഷം കേട്ടോ. ഒന്നും പറയാ, കാരണം ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല. പിന്നെ ഒരു ലാസ്റ്റ് ഒന്നും പറയാനുള്ളത്, നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് നിങ്ങൾ എനിക്ക് കൊടുക്കാൻ വിചാരിക്കണം, ആ ഉദ്ദേശം ഞാൻ നിറവേറ്റിയിട്ടുണ്ടാവും. കാരണം എനിക്ക് ഒരു ജീവിതത്തിൽ ഒന്നുമില്ല. നിങ്ങൾ 50 ലക്ഷം തന്നാലും എനിക്ക് ഒരു കാര്യവുമില്ല. കാരണം ഒരു ഇതുമില്ല. കാരണം അത്യാവശ്യ ചെലവ് ഞാൻ ഇങ്ങനെ നടത്തി പോകും. എന്തായാലും അടിപൊളി, ഒന്നും പറയാനില്ല. എന്തായാലും റാഹത്താവട്ടെ. ഇനിയിപ്പോൾ യാത്ര അങ്ങോട്ടാണോ? കോഴിക്കോട് ഭാഗത്ത് ആ ഭാഗത്തേക്ക്? അങ്ങനെയല്ല, മലപ്പുറം ഭാഗത്തേക്ക്. ഇപ്പം തൃശ്ശൂരല്ല ഉള്ളത്? തൃശ്ശൂരാണ്. കാരണം എൻ്റേത് കുറേ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ മകള് മരിച്ച ഒരു ഖബറിൻ്റെ അവിടേക്ക് ഒന്ന് പോകണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. മകള് എവിടെയാണ്? പൂട്ടിയിലാണ്? കോഴിക്കോടിലെവിടെ? കല്ലായിൽ. ചക്കൻകടവ്. നമ്മളെ ചക്കൻകടവ് പള്ളിയിലല്ലേ? ഓക്കെ. ഏകദേശം എത്ര മാസം? 4 കൊല്ലമായി മകൾ മരിച്ചിട്ടല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിലേക്ക് തന്നെയാണ്. ഞാനൊരു കല്ലായിക്കാരൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടുന്ന് വെച്ച് കാണാം. അപ്പോൾ എന്തായാലും മൂപ്പരെ നിസാർ ഖാനെ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം നിസാർ ഖാൻ പല റോഡുകളിലും പല ആൾക്കാരുടെ അടുത്തൊക്കെ ഉണ്ടാവും. ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ,
ജനങ്ങളെ സപ്പോർട്ട് ചെയ്യല്ലേ. 280 ബോഡി എടുത്തിട്ടുണ്ട്. ആർക്കും ഒരു ഇതുമില്ല. മുസ്ലിം ആണോ ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ അതൊക്കെ ഞാൻ ഒരു കാലം ഇതുവരെ മനുഷ്യനായാൽ മതി, നോക്കിയിട്ടില്ല. മതം ഏതായാലും വേണ്ടിയില്ല, മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ആ ശ്രീനാരായണ ഗുരുവിൻ്റെ ആ വാക്കിൻ്റെ അനുസരിച്ച് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇതാ മദർ തെരേസൻ്റെ അവാർഡ് കാര്യങ്ങളൊക്കെ കരസ്ഥമാക്കിയാണ് നിസാർ ഖാൻ. അങ്ങനത്തെ ഒരാൾക്ക് ഒരു അവാർഡ് കരസ്ഥമാക്കാൻ ചില്ലറ ഇതൊന്നും അല്ല അല്ലേ. പിന്നെ APJ അബ്ദുൽ കലാമിൻ്റെ ആശയമായിരിക്കും അല്ലേ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതപ്പോൾ ഞാൻ മൂപ്പറിൻ്റെ അവിടെ രാമേശ്വരം പോയിട്ടാണ് ഈ പയണം ഞാൻ ഇങ്ങോട്ട് തുടങ്ങിയത്. ഓക്കെ, എന്തായാലും നിസാർ ഖാൻ എന്തായാലും ഇവിടെ റോഡുകളിൽ കാണുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ഗൂഗിൾ പേ നമ്പർ ഞാൻ എന്തായാലും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരൊറ്റ ആശയമാണ്, മതം ഏതായാലും മനുഷ്യനാണ്. അതാണ് ഒരൊറ്റ ആശയമുള്ളത്. അപ്പോൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നിസാർ ഖാൻ. നമുക്ക് എന്തായാലും ഇൻഷാ അല്ലാഹ് വീണ്ടും കാണണം. താങ്ക് യു.